Good afternoon. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മെഡിക്കൽ ടെർമിനോളജിയുടെ ലാസ്റ്റ് സെക്ഷൻ ആണ് ഇത് അബ്രിവേഷൻ എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചല്ലേ. അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഓരോ വേർഡ്സിന്റെ ഒക്കെ നമ്മൾ ഷോർട്ട് ഫോം ആണ് അബ്രിവേറ്റഡ് ഫോം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഇതിന് വേണ്ടിയാണ് നമുക്കത് ടൈം ലാഭിക്കാനായിട്ട്, സ്പേസ് ലാഭിക്കാനായിട്ട്, പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വലിയ വേർഡ്സുകൾ എഴുതുന്നത് അതിന്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ അബ്രിവേറ്റഡ് ഫോംസ് യൂസ് ചെയ്യണേന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനകത്ത് ഇവിടെ നമുക്ക് 53 മുതലാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ. അതുവരേക്കും നിശാമം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ്. 52 വരെ നിങ്ങൾക്ക് എടുത്തതാണ് അല്ലെ. 53 ആണ്. അപ്പൊ അതിനകത്ത് ആദ്യം തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ മോഡൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് വേണം ഞാൻ പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് നമുക്ക് ഓരോന്നും നോക്കി പോകാം. അതായത് ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, നമ്മൾ 2-3 പറഞ്ഞായിരുന്നു അല്ലേ. പറഞ്ഞിട്ട് ഞാനത് പറയാം കേട്ടോ. ഫസ്റ്റത്തെ 53 ആണ്. C/O അത് എന്താണ്, കംപ്ലൈനിങ് ഓഫ് എന്നുള്ളതാണ്. പിന്നെ അടുത്ത 54 CO കാർഡിയാക് ഔട്ട്പുട്ട്. CO കാർഡിയാക് ഔട്ട്പുട്ട്. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ അതിനകത്ത് എക്സാമിനാണെങ്കിലും അബ്രിവേറ്റഡ് ഫോം ആണ് എഴുതാനുള്ളത്. എഴുതും. 57 വരെ പറഞ്ഞു. ഓക്കെ, ശരി. ഓക്കെ. പേജ് നമ്പർ 126 ആണ് കേട്ടോ. ഇവിടെ മെസ്സേജ് ചെയ്തിട്ടിട്ടുണ്ട്. CO2 നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് CO2. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഫുള്ള് നമുക്ക് എഴുതണ്ട, അതിന് പകരം നമുക്ക് അബ്രിവേറ്റഡ് ഫോം, ഷോർട്ട് ഫോം എഴുതാം, CO2. പിന്നെ അടുത്തതാണ് COLD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. COLD, chronic obstructive lung disease. COPD, chronic obstructive pulmonary disease. ഇത്രയാണ് നമ്മൾ 57 വരെയാണ് പറഞ്ഞത്. അപ്പൊ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. The abbreviated form of COPD. The abbreviated form of chronic obstructive pulmonary disease. അങ്ങനെ ചോദിക്കാം കേട്ടോ. The abbreviated form of chronic obstructive pulmonary disease. അങ്ങനെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് എഴുതാം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. അതിന്റെ അബ്രിവേറ്റഡ് ഫോം എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? COPD എന്ന് ഷോർട്ട് ഫോം എഴുതാം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് ഏതിന്റെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തരും. ഓക്കെ. ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? CO2. ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിന്റെ നമുക്ക് ഫുള്ള് എക്സ്പാൻഡഡ് ഫോം അവിടെ തരും. എന്നിട്ട് അതിന്റെ അബ്രിവേറ്റഡ് ഫോം എഴുതാനായിരിക്കും ചോദിക്കുക. ഓക്കെ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഇപ്പൊ നമ്മൾ ഒരു മോഡൽ നമ്മൾ പറഞ്ഞത് COPDയുടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. അപ്പൊ നമുക്ക് എഴുതാം COPD എന്ന് എഴുതാം. ഇനി ആ ക്വസ്റ്റ്യൻ തിരിച്ചാണ് ചോദിക്കുന്നെങ്കിലോ എങ്ങനെ എഴുതാം? COPD ഈസ് ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് ഡാഷ്. അങ്ങനെ ചോദിക്കാം. ഏതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് COPD? ആണ് COPD ഈസ് ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് ഡാഷ്. കിട്ടിയോ? COPD ഈസ് ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് ഡാഷ്. ഏതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് COPD എന്ന് ചോദിക്കാം. അപ്പൊ രണ്ട് രീതിയിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്തായാലും നമ്മൾ അബ്രിവേറ്റഡ് ഫോം എഴുതി കഴിഞ്ഞാൽ തിരിച്ചു ചോദിച്ചാലും നമുക്ക് എഴുതാം അല്ലേ. രണ്ട് രീതിയിലും അതിനകത്ത് ചോദിക്കാം. ഇനി വേണമെങ്കിൽ എക്സ്പാൻഡഡ് ഫോം നേരെ തരാം കേട്ടോ. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് COPD അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ. എക്സ്പാൻഡഡ് ഫോം ഓഫ് COPD എന്ന് ചോദിച്ചാലും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ് എന്ന് എഴുതാം. ഓക്കെ. ഇപ്പൊ രണ്ട് മോഡലിലാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നേരെ എക്സ്പാൻഡഡ് ഫോം തരാം, അല്ലെങ്കിൽ നമുക്ക് ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏതിന്റെയാന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ അബ്രിവേറ്റഡ് ഫോം എഴുതാം. അല്ലെങ്കിൽ നമുക്ക് അബ്രിവേഷൻ അവിടെ തരും അവര്. COPD അതൊരു അബ്രിവേറ്റഡ് ഫോം അല്ലേ. ആ അബ്രിവേഷൻ തന്നിട്ട് അത് ഏതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണെന്നും ചോദിക്കാം. ഓക്കെ. ഇനി അടുത്ത 58 ആണ് CP-ന് ചെസ്റ്റ് പെയിൻ കെമിക്കലി പ്യുവർ സെറിബ്രൽ പാസി.
ഇതെല്ലാം CP ആണ്. അപ്പൊ ഇത് മൂന്നും നമുക്ക് CP എന്നുള്ള അബ്രിവേറ്റഡ് ഫോമിൽ എഴുതാൻ പറ്റും. ചെസ്റ്റ് പെയിന് പകരം നമുക്ക് ഷോർട്ട് ചെയ്ത് CP എഴുതാം. അത് ഓരോ ഇതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അല്ലെങ്കിൽ കെമിക്കലി പ്യുവർ ആണെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് CP എഴുതാം. സെറിബ്രൽ പാൾസി എന്നുള്ളതാണെങ്കിലും നമുക്ക് CP എഴുതാം. ഓക്കെ, ഇനി അടുത്തത് 59 ആണ്. CPR, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. CPR ഇത് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ CPR കൊടുക്കണം. ബ്രീത്തിങ്ങിന് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആംബുലൻസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് CPR എന്നുള്ളത്. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ അത് നോട്ട് ചെയ്തിട്ടാട്ടോ. 59 ഇപ്പൊ ഒന്ന് ടിക്കറ്റ് പോവുക. ഒരു പേജ് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. പെട്ടെന്ന് നമ്പറുകൾ ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി അത് ചെക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞത് 56ഉം 57ഉം 59 മൂന്നെണ്ണം ടിക്കറ്റ് വെക്കാം. CPR, cardiopulmonary resuscitation. Then 60, CRNA. CRNA എന്താണ്? Centrified registered nurse anesthetics. Centrified registered nurse anesthetics ഇതാണ് CRNA എന്ന് പറയുന്നത്. Okay, CRNA, Centrified Registered Nurse Anesthetics. Then 61 CRT. CRT യുടെ capillary refill time cathode ray tube. Capillary refill time cathode ray tube. CRT. Okay, എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ആണ്. Capillary ഏതാണ്? സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് അനസ്തെറ്റിക് കേട്ടോ. സർട്ടിഫൈഡ് എന്നാണ് കേട്ടോ. CERTIFIED. ഓക്കെ, സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് അനസ്തെറ്റിക്സ്. അടുത്തത് CRT എന്ന് പറയുന്നത് കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ്. അടുത്തത് CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ടിക്കറ്റ് വെച്ചാൽ 62 പഠിക്കണം കേട്ടോ. CSF പഠിച്ചിട്ടുണ്ട്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. 63 CSM, carotid sinus massage. Carotid sinus massage. Then cerebrospinal meningitis. Okay, cerebrospinal meningitis. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇൻഫ്ലമേഷൻ, അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ടിഷ്യൂല് വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഡീറ്റെയിൽ വേണ്ട, നിങ്ങൾക്ക് എക്സാമിന് ഡീറ്റെയിൽ ഒന്നും ചോദിക്കൂല. ഇനി ആർക്കെങ്കിലും അത് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ബുക്കുകളിൽ നോക്കിയാൽ കിട്ടും കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഇതിപ്പോ നമുക്കൊരു 300 അബ്രിവേഷൻ പഠിക്കാനുണ്ട്. അപ്പൊ എന്താ പറയാ, അതിങ്ങനെ ക്ലാസ് നമുക്ക് പെട്ടെന്ന് തീരില്ല. അതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ പറഞ്ഞു പോകണുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ക്ലാസ് വേഗം കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് റിവിഷൻ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് അബ്രിവേറ്റഡ് ഫോം എഴുതാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽ ക്ലാസ്സിൽ പറയണില്ല കേട്ടോ. ഓരോന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങ് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് കുറെ ക്ലാസ്സുകൾ വേണം ഇത്രയും തീരാനായിട്ട്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ അത് അബ്രിവേഷൻ ഫോം മാത്രം, അതിന്റെ അബ്രിവേഷന്റെ എക്സ്പാൻഡഡ് ഫോം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. CSM എന്ന് പറഞ്ഞാൽ കാരോട്ടിഡ് സൈനസ് മസാജ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം, സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. ഇത് രണ്ടിനും നമുക്ക് അബ്രിവേറ്റഡ് ഫോം CSM തന്നെയാണ് കേട്ടോ. രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ട് പറയുന്ന ഒരു അബ്രിവേഷൻ ഫോം ആണ്. നെക്സ്റ്റ് CVM, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് ആണ് CVM എന്ന് പറയുന്നത്. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. Then CVP, സെൻട്രൽ വീനസ് പ്രഷർ. സെൻട്രൽ വീനസ് പ്രഷർ ആണ് CVP എന്ന് പറയുന്നത്. CVP. CXR അത് കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. CXR ഏതാണ്? ചെസ്റ്റ് എക്സ്റേ. അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ.
66. CXR എന്താണ്? ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേ. D&C. അടുത്തത് D&C. Dilation and curettage. Dilation and curettage. Okay. Dilation. D&C treatment കേട്ടിട്ടില്ലേ നിങ്ങള്? അല്ലേ? D&C ആണ് കുട്ടികളൊക്കെ ഉണ്ടാവാനായിട്ട് ഇതൊക്കെ ഉള്ളവർക്ക് അവർക്ക് ആ യൂട്രസിന്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് D&C എന്ന് പറയുന്നത്. റിമൂവ് ചെയ്യുന്നതാണ്. യൂട്രസിന്റെ ഉള്ളിലുള്ള ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിനാണ് D&C എന്ന് പറയുന്നത്. D&C. Dilation and curettage. Then അടുത്തത് 68 D/C. Discontinue. അബോർഷൻ സംഭവിച്ചാൽ D&C ചെയ്യും. ശരിയാണ്. ആ ടിഷ്യൂസ് ഒക്കെ ക്ലീൻ ചെയ്യും. D&C. Discontinue. പിന്നെ DIFF ഏതാണ്? ഡിഫറൻഷ്യൽ. ഡിഫറൻഷ്യൽ നമുക്ക് ഷോർട്ട് ചെയ്ത് DIFF എന്ന് പറയാം. ഡിഫറൻഷ്യൽ. DIFF. അടുത്തത് DIG. ഡിഗോക്സിൻ. ഡിഗോക്സിൻ. ഹാർട്ടിന്റെ സ്ട്രെങ്ത് പിന്നെ എഫിഷ്യൻസി ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് കേട്ടോ, മരുന്നാണ് ഡിഗോക്സിൻ എന്ന് പറയുന്നത്. ഡിഗോക്സിൻ. ഡിഗോക്സിൻ. ഡ്രഗ് ടു ഇംപ്രൂവ് ദ സ്ട്രെങ്ത് ഓഫ് ഹാർട്ട്. സ്ട്രെങ്ത് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹാർട്ട്. ഡിഗോക്സിൻ. DIG or XIN. DIG എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്തെന്ന് വായിക്കണം നമ്മൾ? ഡിഗോക്സിൻ എന്ന് വായിക്കണം കേട്ടോ. ഡിഗോക്സിൻ. Then DM diabetes mellitus. DM diabetes mellitus. അടുത്തത് DOA dead on arrival. ഡയബറ്റീസ് മെലിറ്റസ് അറിയാലോ, ഇതാണ് പ്രമേഹം. പ്രമേഹമാണ് കേട്ടോ ഡയബറ്റീസ് മെലിറ്റസ്. Then DOA dead on arrival. അതായത് അറൈവ് ചെയ്തപ്പോഴേക്കും എത്തിയപ്പോഴേക്കും തന്നെ മരണം സംഭവിച്ചു എന്നുള്ളത് കാണിക്കുന്നതാണ് DOA എന്ന് പറയുന്നത്. ഡെഡ് ഓൺ അറൈവൽ. ഡെഡ് ഓൺ അറൈവൽ. Then DOE dyspnea on exertion. dyspnea on exertion. അതായത് നമുക്ക് ബ്രീത്തിങ്, ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഇല്ലേ, അത് എടുക്കുന്നതിനാണ് കേട്ടോ. പേഴ്സൺ ഫീൽ ഷോർട്ട് ബ്രീത്തിങ് ഡ്യൂറിങ് എക്സസൈസ്. ബ്രീത്തിങ് നമുക്ക് എക്സസൈസ് സമയത്ത് നമ്മൾ ചെറിയൊരു ബ്രീത്തിങ് അങ്ങനെ എടുക്കുന്നതിനാണ് DOA എന്ന് പറയുന്നത്. dyspnea on exertion. അടുത്തത് DON. DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. 74 ടിക്ക് ഇട്ട് വെക്കാം. DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. അപ്പൊ ആ ഒരു പേജില് നിങ്ങൾ നോട്ട് ചെയ്യുന്നത് 56, 57, 59, 62, 66, 74 ഇത്രയും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ പേജിൽ നിന്ന് അത്രയും നിങ്ങൾ കാട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, എത്രണ്ണമുണ്ട്? 6 അതിനകത്ത് നിന്ന് പഠിക്കേണ്ടേ ഉള്ളൂ. 53 മുതൽ 74 വരെയും 6 എണ്ണത്തിന്റെ അബ്രിവേറ്റഡ് ഫോം നിങ്ങൾ പഠിച്ചു വെക്കാം. അബ്രിവേറ്റഡ് ഫോം ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് തിരിച്ചും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ COLD പറഞ്ഞു, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ്. COPD ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമണറി ഡിസീസ്. CPR അറിയാലോ, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. പിന്നെ CSF ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. പിന്നെ CXR ചെസ്റ്റ് എക്സ്റേ. പിന്നെ DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. അത്രയും പഠിക്കണം. പഠിച്ചോ എല്ലാവരും? ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചോ? ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ 1 മണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, അപ്പത്തേക്കും ഈ പഠിക്കുന്നതിന്റെ അബ്രിവേറ്റഡ് ഫോം നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ നിന്ന് തന്നെ പഠിക്കാം. ഇനി പ്രത്യേകം സമയം അതിനു വേണ്ടി കളയണ്ട. എല്ലാവരും പഠിച്ച അത്രയും. ഓക്കെ, സിമ്പിൾ അല്ലേ? പഠിച്ചില്ലേ ആരും? 6 പഠിക്കാൻ പറഞ്ഞോളൂ. 6 അബ്രിവേറ്റഡ് ഫോം പഠിച്ചവരാരെങ്കിലും ഉണ്ടോ?
ഷഹ്മ പഠിച്ചിട്ടുണ്ട്. എസ് എന്ന് ഇവിടെ ഇട്ടുണ്ട് കേട്ടോ. പഠിച്ചില്ലേ 6 പെട്ടെന്നൊന്ന് ഓർത്ത് നോക്കി ആ ഒരു പേജില്. ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ അതിന് അബ്രിവേറ്റഡ് ഫോം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. ഓക്കെ ഓക്കെ. ഷഹനാസ് മാത്രാണ് നമ്മുടെ ക്ലാസ്സിലുള്ളവര് പഠിച്ചോളൂ. അത് മെസ്സേജ് ഇടാനുള്ള ഇത് കൊണ്ടാണോ? പഠിച്ചില്ലേ 6? സിമ്പിൾ അല്ലേ? പഠിച്ചോ? അബ്രിവേറ്റഡ് ഫോം പഠിച്ചോ അത്രേ? ഓക്കെ. യെസ്, അശ്വതി ഇട്ടുണ്ട്. കീർത്തി ഇട്ടുണ്ട്. ഓക്കെ. മെസ്സേജ് ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ. ഇതിന്റെ ഒപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകട്ടോ. എന്തായാലും ക്ലാസ് നടന്നിരിക്കുമ്പോൾ ഇത് വേറൊന്നും പറയാനില്ല. ഇത് നേരെ വായിക്കുക, അത് അതിന്റെ അബ്രിവേറ്റഡ് ഫോം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത് നോക്കിയേ, DOS ആണ് ഡെഡ് ഓൺ സീൻ. ഡെഡ് ഓൺ സീൻ എന്താ? സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു, അതാണ് ഡെഡ് ഓൺ സീൻ. DOS എന്ന് പറയുന്നത്. DOS ഡെഡ് ഓൺ സീൻ. ഇനി നെക്സ്റ്റ് DPT കേട്ടിട്ടില്ലേ? DPT എന്താണ്? ഡിഫ്തീരിയ, പെർtussis and tetanus toxoid vaccines. ഡിഫ്തീരിയ ഇതാണ് മലയാളം എന്താണെന്നറിയോ? തൊണ്ടമുള്ള് എന്ന് പറയും. തൊണ്ടമുള്ള്. പെർtussis ഇതാണ് വില്ലൻ ചുമ. tetanus toxoid vaccines. ടെറ്റനസിനെ പ്രതിരോധിക്കുന്ന വാക്സിൻ, ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻസ്. ഓക്കെ. DPT അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിന്റെ ലെറ്റേഴ്സ് വരുന്നത് നോക്കിയിട്ട് അബ്രിവേറ്റഡ് ഫോം എഴുതുക കേട്ടോ. DP ആണെങ്കിൽ രണ്ടാമത്തെ പെർtussis വരണം. ഇവിടെ താഴെ തിരിച്ചു വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനന്ന് പറഞ്ഞത്. DPT എന്നാണ്. ഓക്കെ. ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻസ്. അപ്പൊ അതിന് തന്നെ നേരെ എഴുതാം കേട്ടോ. ഓരോ ലെറ്റർ നോക്കിയിട്ട് അത് എഴുതാം. ഇനി അടുത്ത് DST എന്ന് പറഞ്ഞ ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്, ഉണങ്ങിയ സ്റ്റെറിലൈസ് ചെയ്ത അണുമുക്തമായിട്ടുള്ള ഡ്രസ്സിംഗ്. ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ആണ് DSD എന്ന് പറയുന്നത്. ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. അടുത്ത DTAP. ഓക്കെ. ഡിഫ്തീരിയ, T എന്ന് പറഞ്ഞ ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് A എന്ന് പറയുന്നത് a cellular pertussis vaccine. Okay. Diphtheria, tetanus toxoids and a cellular pertussis vaccine. DTAP. 79 DTP. അത് ആദ്യം പഠിച്ചത് തന്നെ തിരിച്ചു പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? D എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, T എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് P എന്ന് പറഞ്ഞാൽ pertussis vaccine. ഓക്കെ. തിരിച്ചു പറഞ്ഞാൽ മതി. അത് ഓപ്ഷൻസ് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, അതായത് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ഓപ്ഷൻസ് അവിടെ ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മള് അതിപ്പോ ഇത് തന്നിട്ടാണെങ്കിൽ നേരെ അതിൽ നിന്ന് ലെറ്റേഴ്സ് എടുത്ത് എഴുതി അബ്രിവേറ്റഡ് ഫോം എഴുതാലോ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ തിരിച്ചു തരും. അപ്പൊ നമുക്കത് നേരെ ആ ലെറ്റേഴ്സ് വെച്ച് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് അബ്രിവേറ്റഡ് ഫോം എഴുതാൻ പറ്റൂലേ? ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാലോ അല്ലേ? അടുത്തത് 80 ആണ് DTS എന്ന് പറയുന്നത്. ആരാണ്? ആശ ഇട്ടിട്ടുണ്ട്. ഐഷ. ഡെലീറിയം ട്രമെൻഡസ്. ഡെലീറിയം ട്രമെൻഡസ് ആണ് DTS എന്ന് പറയുന്നത്. അതായത് അതൊരു അവസ്ഥയാണ്. നമുക്ക് നമ്മൾ പെട്ടെന്നൊക്കെ കുറെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവര് പെട്ടെന്ന് നമ്മൾ മദ്യം ഉപേക്ഷിക്കേണ്ടത് വരുമ്പോ അവർക്ക് മെന്റലി ഒരു ഡിസോർഡർ വരും അല്ലെ? ഇങ്ങനെ പെട്ടെന്ന് സഡൻ പോലെ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് മാനസികമായിട്ട് അവർക്കൊരു ഇതുണ്ടാകും. ആ ഒരു അവസ്ഥയാണ് ഡെലീറിയം ട്രെമൻഡസ് എന്ന് പറയുന്നത്. ഡെലീറിയം ട്രെമൻഡസ് മദ്യം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മെന്റൽ ഡിസോർഡർ ആണ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അടുത്തത് 81 DVT. Deep venous thrombosis. Deep venous thrombosis. Deep venous thrombosis. അടുത്തത് 82 D5W. Dextrose 5% in water. Dextrose 5% in water. Dextrose എന്ന് പറഞ്ഞാൽ
ഒരു ഗ്ലൂക്കോസിന്റെ ഒരു ഫോമാണ്. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. അടുത്തത് DX. അത് നോട്ട് ചെയ്തിട്ട് ടിക്ക് കിട്ടോ കേട്ടോ. DX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് DX. മാറിപ്പോരുത് കേട്ടോ. അതിനൊക്കെ ഓപ്ഷനിൽ DG എന്നൊക്കെ തരും, DA എന്ന് തരും, DG എന്നൊക്കെ തരും. അപ്പൊ ഏതാണ്? DX ആണ് ഡയഗ്നോസിസ് എന്നുള്ളതിന്റെ ഇത് വരുന്നത് കേട്ടോ. ഈ ഡയഗ്നോസിസിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് DX. ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് കുറച്ച് കുട്ടികൾക്ക് ഇത് തെറ്റിപ്പോയതാണ്. DG കണ്ടപ്പോ പെട്ടെന്നൊക്കെ അങ്ങനെ എഴുതി വെക്കും. ആർക്കും മാറിപ്പോയത് DX ആണ് ഡയഗ്നോസിസ് എന്നുള്ളതിന്റെ അബ്രിവേറ്റഡ് ഫോം. അടുത്തത് നോക്കിയേ, ECG ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ECG. അത് നോട്ട് ചെയ്തോ കേട്ടോ. 84 ടിക്കറ്റ് വെക്കാം. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം. 85 ED പഠിച്ചിട്ടുണ്ടല്ലോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അത്യാഹിത വിഭാഗം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ 83, 84, 85 ഇത് മൂന്നും പഠിക്കാം കേട്ടോ. DX ഡയഗ്നോസിസ്, ECG ഇലക്ട്രോ കാർഡിയോഗ്രാം, ED എന്ന് പറഞ്ഞ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് 86 EDC എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്, അതായത് നമ്മളൊരു എസ്റ്റിമേറ്റ് ചെയ്യില്ല, ഒരു ഇത്ര ദിവസം എന്ന ആ ഒരു കണക്കാക്കിയ ഒരു കണക്കാക്കിയ രോഗാവസ്ഥയിലുള്ള ഒരു കിടപ്പ് അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്നതിനൊക്കെ ആ ഒരു ഇതിനകത്ത് പറയാം. EDC എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. അടുത്തത് 87 നോട്ട് ചെയ്യുക. EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം, EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം. അടുത്തത് EG അറിയാലോ. ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതാറുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ എല്ലാ പ്രാവശ്യം എഴുതണ്ട. EG നമ്മൾ ഷോർട്ട് ചെയ്ത് എഴുതാറുണ്ട്. അബ്രിവേറ്റഡ് ഫോം ആണ് ഫോർ എക്സാമ്പിൾ എന്നുള്ളതിന് EG. അടുത്തത് 89 EKG ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം ECG ആണ് കേട്ടോ. ഇലക്ട്രോ ECG ആണ് കേട്ടോ. സോറി, അതിനകത്ത് പ്രിന്റഡിലുള്ള മിസ്റ്റേക്ക് ആണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം. C ആണ് കാർഡിയോ എന്നുള്ളത്. ECG അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വീണ്ടും അവിടെ തന്നിട്ടുണ്ട് അല്ലെ. ചിലതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 300 ചില്ലാനുണ്ടല്ലോ. ഇലക്ട്രോ കാർഡിയോഗ്രാം. അടുത്ത നോക്കിയേ, ENT ear, nose and throat. Ear, nose and throat. Ear, nose and throat. അടുത്തത് 91 ER emergency room. Emergency room. Emergency room. Then ET endotracheal tube. Endotracheal tube. ET endotracheal tube. അതൊന്ന് നോട്ട് ചെയ്തിടാം. 91 നോട്ട് ചെയ്തിട്ടോ. 91 ER എമർജൻസി റൂം നോട്ട് ചെയ്തിടാം. നെക്സ്റ്റ് ET endotracheal tube. Okay, endotracheal tube. Then next 93 ETA estimated time of arrival. Estimated time of arrival. എത്തിച്ചേരാനായിട്ട് നമുക്ക് കണക്കാക്കിയിട്ടുള്ള സമയം. എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ, ETA. അടുത്തത് ETOH ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ, ETHYL ഈഥൈൽ ആൽക്കഹോൾ. കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ ETOH ഈഥൈൽ ആൽക്കഹോൾ. Then 95 ETT endotracheal tube. ET എന്ന് പറയും.
കണ്ടോ മുകളിൽ വന്നിട്ടുണ്ട് അത്. ET എന്ന് പറഞ്ഞാലും എൻഡോട്രാക്കിയൽ ട്യൂബ് ആണ്. ഈ TT എന്ന് പറഞ്ഞാലും എൻഡോട്രാക്കിയൽ ട്യൂബ്. എൻഡോട്രാക്കിയൽ ട്യൂബ്. പിന്നെ F, അതായത് ഡിഗ്രി സെൽഷ്യസ് ആണ്, ഡിഗ്രി ഫാരൻഹീറ്റ്. F എന്ന് പറഞ്ഞ ഫാരൻഹീറ്റ് ആണ്. അപ്പൊ നമ്മൾ എത്രയാണോ പർട്ടിക്കുലർ ഡിഗ്രി എത്രയാണോ, ഇപ്പൊ 35 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ടോ, അപ്പൊ ആ ഡിഗ്രി അതിന്റെ മുന്നേ എഴുതണം. എന്നിട്ട് ഡിഗ്രി F എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത്രയാണ് ആ ഒരു പേജില്. നിങ്ങളൊന്ന് നോട്ട് ചെയ്തത് ശരിയാണെന്ന് നോക്കിയേ. 83, 84, 85, 87. 7 കൂടി ഉണ്ട് കേട്ടോ. EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. EEG, then 91, 92, 95. ക്ലിയർ ആണോ നോക്കിയേ? നമ്പേഴ്സ് കറക്റ്റ് ആയോ? DX എന്ന് പറഞ്ഞ ഡയഗ്നോസിസ്, ECG എന്ന് പറഞ്ഞ ഇലക്ട്രോ കാർഡിയോഗ്രാം, പിന്നെ EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം, then ER എന്ന് പറഞ്ഞ എമർജൻസി റൂം, then ET എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻഡോട്രാക്കിയൽ ട്യൂബ്, then ETT എൻഡോട്രാക്കിയൽ. അത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് രണ്ടും നോട്ട് ചെയ്തത്, മാറിപ്പോയത്. ET എന്ന് തന്നാലും ETT എന്ന് തന്നാലും എൻഡോട്രാക്കിയൽ ട്യൂബ് തന്നെയാണ്. അതിനകത്തുനിന്ന് നമ്മൾ എത്ര അടയാളപ്പെടുത്തി? 7 എണ്ണം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇതിങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബോറടിക്കും അല്ലേ? നിങ്ങക്ക് ഡീറ്റെയിൽ ഒന്നും വേണ്ട, അതാണ് പിന്നെ കൂടുതൽ തരാത്ത കേട്ടോ. അതിൽ തന്നെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് അല്ലേ? നമ്മൾ കുറച്ച് തരാം. വായിച്ചു നോക്കി. വേഗം ഒന്ന് ഓടിച്ചു നോക്കി. നമ്മൾ പറഞ്ഞത് ടിക്ക് ഇട്ടത് കേട്ടോ. നിങ്ങളെ നമ്മൾ പറഞ്ഞില്ലേ, അത് EKG എന്നും പറയാട്ടോ. അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, അത് വെക്കണ്ട. മുകളില് ECG എന്ന് തന്നിട്ടുണ്ടല്ലോ, അപ്പൊ EKG എന്ന് എഴുതിക്കോ. അത് നമ്മള് പല സ്ഥലത്തും പല രീതിയിൽ എഴുതുന്നുള്ളൂ. ECG എന്ന് പറഞ്ഞാലും EKG എന്ന് പറഞ്ഞാലും ഇലക്ട്രോ കാർഡിയോഗ്രാം തന്നെയാണ് കേട്ടോ. അപ്പൊ അത് വെട്ടണ്ട, നിങ്ങൾ അത് K എന്ന് തന്നെ എഴുതിക്കോ. EKG എന്ന് തന്നെ ആക്കിക്കോട്ടോ. അല്ലെങ്കിൽ ഇനി എങ്ങാനും ബൈ ചാൻസ് വന്നാലും EKG നെ നമ്മള് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? അത് അങ്ങനെ നമ്മളിപ്പോ ETയും അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ET എന്ന് പറഞ്ഞാലും എൻഡോട്രാക്കിയൽ ട്യൂബ്, ETT എന്ന് പറഞ്ഞാലും എൻഡോട്രാക്കിയൽ ട്യൂബ് തന്നെയാണ്. ഓക്കെ, ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇനി അല്ലെങ്കിൽ EKG എന്ന് പറയാം. EKG എന്ന് കണ്ടാലും നമുക്ക് ഇലക്ട്രോ കാർഡിയോഗ്രാം തന്നെയാണ്. ഏതാ മോളെ? 89 ആണോ? 89 കൂടി അടയാളപ്പെടുത്തിക്കും. ഇനിയിപ്പോ എങ്ങാനും ബൈ ചാൻസിൽ അത് തിരിച്ചു ചോദിച്ചാലോ, അതും കൂടി നോട്ട് ചെയ്തോ. രണ്ടും നമുക്ക് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇനി ഓപ്ഷൻസിലെ ചിലപ്പോ എങ്ങാനും എനിക്കൊരു കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ ഇതാണ് ഓപ്ഷൻ എങ്കിൽ അപ്പൊ ഓപ്ഷൻ ഒന്ന് നോക്കിയേക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് അബ്രിവേറ്റഡ് ഫോം ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓപ്ഷനിൽ ECG ആണ് കറക്റ്റ് കിടക്കണമെങ്കിൽ അത് ഇടാം. ഇനി അഥവാ ECG ഇല്ല, അവിടെ EKG എന്നാണെങ്കിലും അത് കറക്റ്റ് ആണ് കേട്ടോ. രണ്ടും കറക്റ്റ് തന്നെയാണ്. ഒന്ന് ശരിയാക്കി വെച്ചു, ഒന്ന് ക്ലിയർ ചെയ്തോ കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇത് നമുക്ക് നമ്മളെ വേണമെങ്കിൽ തെറ്റിക്കാനായിട്ട് ഓപ്ഷനെ ECG എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എഴുതാം നമുക്ക് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇനി EKG എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ആർക്കെങ്കിലും ഇനി വല്ല സംശയം വന്ന് നമ്മുടെ ഒരു മാർക്ക് വളരെ വിലപ്പെട്ടതല്ലേ, നമുക്ക് കളയണ്ട. അത് അങ്ങനെയും കൂടി പറയാട്ടോ. അതിപ്പോ നമ്മൾ കൂടുതൽ ECG എന്നാ കേട്ടേക്കുന്നേ അല്ലെ? ECG ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് കേട്ടേക്കുന്നേ. EKG എന്നും പറയാം, ഇലക്ട്രോ കാർഡിയോഗ്രാം. ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത പേജ് നമ്പർ 97. 97. Okay, 97. FiO2, fraction of inspired oxygen.
fraction of inspired oxygen. The fraction of inspired oxygen എന്നുള്ളതിന് ഷോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അബ്രിവേറ്റഡ് ഫോം നമുക്ക് FiO2 എന്നുള്ളത് എഴുതാം. അടുത്തതാണ് FBS. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഷുഗർ ഒക്കെ നമ്മുടെ ബ്ലഡ് ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യാൻ നേരത്ത് അവിടെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും FBS, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഭക്ഷണം വെള്ളമൊക്കെ കഴിക്കാതെ നമ്മൾ കുറഞ്ഞത് ഒരു 8 മണിക്കൂറൊക്കെ നമ്മളൊന്ന് വെള്ളമൊക്കെ കുടിക്കാതെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോക്കണേ അല്ലെ? ബ്ലഡിലെ ഷുഗർ ലെവൽ നോക്കുന്ന ആഹാരത്തിന് മുന്നേ അതന്നെ ബിഫോർ ഫുഡ് നമ്മൾ ആഹാരത്തിന് മുന്നേ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യണേ. FBS, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അടുത്ത FE അറിയാലോ, അയൺ. അയൺ എന്നുള്ളതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് FE എന്ന് പറയുന്നത്. FE, F ക്യാപിറ്റലും സ്മോള് E എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും. ഇതും കെമിസ്ട്രിയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലെ? അയൺ, അയണിന്റെ FE. Then next 100 FHR, ഫീറ്റൽ ഹാർട്ട് റേറ്റ്. ഫീറ്റൽ എന്ന് പറഞ്ഞാൽ ഭ്രൂണം അല്ലെ? എംബ്രിയോ, ഭ്രൂണം. ആ ഭ്രൂണത്തിന്റെ ഹൃദയമിടിപ്പ് FHR, ഫീറ്റൽ ഹാർട്ട് റേറ്റ് FHR. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 100 ടിക്കറ്റ് വെക്കാം. FHR, ഫീറ്റൽ ഹാർട്ട് റേറ്റ്. Then FHT, fetal heart tone. TONES, tone ആണ് കേട്ടോ. T എന്ന് പറഞ്ഞ 101 അതും ടിക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. ചെറിയ ഒരു ലെറ്റർ മാത്രമേ അവിടെ മാറുള്ളൂ. ആറാണെങ്കിൽ റേറ്റ്, T ആണെങ്കിൽ ടോൺ. ഓക്കെ, ഫീറ്റൽ ഹാർട്ട് റേറ്റ്, ഫീറ്റൽ ഹാർട്ട് ടോൺ. Then 102 FHX, ഫാമിലി ഹിസ്റ്ററി. നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, കുടുംബ പശ്ചാത്തലം അല്ലെ? കുടുംബ ചരിത്രം, ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫാമിലി ഹിസ്റ്ററി എന്നുള്ളതിന് ഷോർട്ട് ചെയ്ത് ഫാമിലി FHX, ഫാമിലി ഹിസ്റ്ററി. ദെൻ അടുത്ത് നോക്കിയേ FL, ഫെംറ്റോലിറ്റർ. ഫെംറ്റോലിറ്റർ അതായത് നമ്മൾ വോളിയം മെഷർ ചെയ്യുന്നതാണ് കേട്ടോ. വോളിയം മെഷർ ചെയ്യുന്നതാണ് ഫെംറ്റോലിറ്റർ എന്ന് പറയുന്നത്. ഫെംറ്റോലിറ്റർ വോളിയം മെഷർ ചെയ്യാനായിട്ടുള്ളത്. FL, ഫെംറ്റോലിറ്റർ. ദെൻ ഇനി F സ്മോൾ ലെറ്റർ L ആണെങ്കിൽ എന്തെന്നാണ് പറയുന്നത്? ഫ്ലൂയിഡ് ആണ്. ഈ ഫ്ലൂയിഡ് എന്ന് ഫുൾ എഴുതണ്ട, അതിന് ഷോർട്ട് ചെയ്ത് FL എന്ന് എഴുതാം കേട്ടോ. FL എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ആണ്. കണ്ടോ, താഴെ നോക്കിയേ FLD എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് തന്നെയാണ്. ഇങ്ങനെ നമ്മളെ കൺഫ്യൂസ്ഡ് ആവരുത്. FL എന്ന് മാത്രം ഉള്ളെങ്കിൽ ഫ്ലൂയിഡ്, FLD എന്ന് പറഞ്ഞാലും ഏതാണ്? ഫ്ലൂയിഡ് തന്നെ. രണ്ട് ഫ്ലൂയിഡിനെ കാണിക്കുന്ന അബ്രിവേറ്റഡ് ഫോം ആണ്. FL, FLD. നെക്സ്റ്റ് FSH, follicle stimulating hormone. Follicle stimulating hormone, pituitary gland produce ചെയ്യുന്ന ഒരു ഹോർമോൺ ആണത്. Follicle stimulating hormone, FSH, follicle stimulating hormone. Next FLX ആണെങ്കിൽ ഫ്രാക്ചർ. ഫ്രാക്ചർ, ഒടിവ്. ഫ്രാക്ചറിനെ നമുക്ക് ഷോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് അബ്രിവേറ്റഡ് ഫോം FX എന്ന് എഴുതാം. പിന്നെ അടുത്തത് G ആണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലെ? G ഏതാണ് അബ്രിവേറ്റഡ് ഫോം? ഗ്രാം അല്ലെ? ഗ്രാമിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് G എന്ന് പറയുന്നത്. ഷോർട്ട് ഫോം ആണ് G. മൊത്തം നമ്മൾ ഇത്ര ഗ്രാം എന്ന് എഴുതുമല്ലോ, G എന്നല്ലേ എഴുതുള്ളൂ അല്ലെ? ഗ്രാം, G ആണ്. പിന്നെ അടുത്ത GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് നിങ്ങൾ GB ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഗാൾ ബ്ലാഡർ, പിത്താശയം. പിത്താശയത്തിന് GB, ഗാൾ ബ്ലാഡർ GB 109 കേട്ടോ. ഗാൾ ബ്ലാഡർ. അടുത്തത് GL എന്ന് പറഞ്ഞ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ, GL, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. അതും നോട്ട് ചെയ്യുക കേട്ടോ. 109 110 110 നോട്ട് ചെയ്യുക.
ജി ഐ ആണ് കേട്ടോ. ഐയുടെ ഐ ആണ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അല്ലേ, ഇന്ന് ഐ ആണ് അവിടെ വന്നത് കേട്ടോ. ശരിയാണ്, ജി ഐ ആണ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. ഓക്കെ, അടുത്തത് ഗ്രാം ആണ്. ജി എം എന്ന് പറയുന്നത് ഗ്രാമിന്റെ ആണ്. ജി എം എന്നും എഴുതാം നമുക്ക്, ഗ്രാമം അല്ലെ. ജി എന്നും എഴുതാം, ജി എം എന്നും എഴുതാം, ഗ്രാമം. നമ്മൾ ഇങ്ങനെ കുറെ ഇങ്ങനെ അടുപ്പിച്ച് വായിക്കുമ്പോഴേ കണ്ണിങ്ങനെ നോക്കിയിരുന്നിട്ട് വേറൊന്നുമില്ലോ, ഫുള്ള് റോസിൽ നോക്കുമ്പോ ചിലപ്പോ ഒന്ന് മാറിപ്പോയി കേട്ടോ, സോറി. ജി എം എന്ന് പറഞ്ഞ ഗ്രാമാണ്. അടുത്ത് നോക്കിയേ, ജി ആർ ഗ്രേ, GRAIN ഗ്രേ, ഗ്രേ. അടുത്തത് GSW എന്ന് പറഞ്ഞ ഗൺ ഷോട്ട് വൂണ്ട്, ഗൺ ഷോട്ട് വൂണ്ട്, ഗൺ ഷോട്ട് വൂണ്ട് എന്നുവെച്ചാൽ വെടിയേറ്റിട്ടുള്ള മുറിവ്, അതിനാണ് GSW എന്ന് നമുക്ക് അബ്രിവേറ്റഡ് ഫോം എഴുതാൻ പറ്റും. നെക്സ്റ്റ് ആണ് GTT എന്ന് പറഞ്ഞ ഡ്രോപ്സ് ആണ്, ഡ്രോപ്സ്, GTT ഡ്രോപ്സ്. അടുത്തത് GTT. ഇവിടെ നോക്കി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ സ്മോൾ ലെറ്റർ ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. ജി സ്മോൾ ലെറ്റർ, GTT അതെല്ലാം സ്മോൾ ലെറ്റർ ആണ് അവിടെ. ജി സ്മോള്, ടി സ്മോള്, ഡബിൾ ടി സ്മോൾ ലെറ്റർ ആണ്. അതിന് ഡ്രോപ്സ് എന്നാണ് കാണിക്കുന്നത്, ഡ്രോപ്സ്. ഇത് ഡ്രോപ്സ് എന്നുള്ളതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ്. സ്മോൾ ലെറ്ററിലാണ് എല്ലാം എഴുതിയേക്കണം, GTT എന്ന് പറയുന്നത്. ഇനി അത് ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. എന്തിനു വേണ്ടിയുള്ള ടെസ്റ്റ് ആണെന്നറിയോ? നമുക്ക് ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഷുഗർ കണ്ടുപിടിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ആണ്. ചിലർക്കൊക്കെ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഷുഗർ വരും അല്ലെ, അപ്പൊ ആ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അടുത്തത് അതൊന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. GTT ക്യാപിറ്റൽ 150, 115 ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ദെൻ അടുത്ത 116 GU ആണ്. GU എന്ന് പറഞ്ഞാൽ ജെറിറ്റോലിറ്ററി, ജെനിറ്റോ യൂറിനറി ആണ്. അതായത് നമുക്ക് യൂറിനറി സിസ്റ്റം ഒക്കെ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് യൂറിനറി, ജെനിറ്റോ യൂറിനറി, GU എന്ന് പറയുന്നത്. Then 117 GYN അത് നമുക്കറിയാം, ഗൈനക്കോളജി. ഗൈനക്കോളജിന്റെ ഷോർട്ട് ഫോം, ഗൈനക്കോളജി എന്നുള്ളതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് GYN. അതെല്ലാം സ്മോൾ ലെറ്റർ തന്നെ എഴുതുന്നത് കേട്ടോ, GYN ഗൈനക്കോളജി. Then 118 ഗൈനക്കോളജി നോട്ട് ചെയ്ത് വെക്കാം. 117 നോട്ട് ചെയ്യുക, ഗൈനക്കോളജി GYN. ഇതെല്ലാം സ്മോൾ ലെറ്ററിലാണ്. അടുത്ത നോക്കി H എന്ന് പറഞ്ഞാൽ ഹവർ ആണ്, മണിക്കൂറിനെ കാണിക്കുന്നത്. H എന്ന് എഴുതിയാൽ മതിയല്ലോ, ഇത്ര അവർ അല്ലെ, നമ്മൾ എഴുതാറുണ്ട്. ഇതൊക്കെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്ത് നോക്കി ക്യാപിറ്റൽ H ഇട്ടിട്ട് ബ്രാക്കറ്റില് ക്യാപിറ്റൽ H കൊണ്ട് ഹൈപ്പോഡെമിക് എന്നാണ്, സ്കിന്നിന്റെ അടിയിലുള്ളത് എന്ന് കാണിക്കുന്നത്, ഹൈപ്പോഡെമിക്. Then 120 H വെറുതെ ക്യാപിറ്റൽ ലെറ്ററിൽ H എഴുതിയാലും അത് ബ്രാക്കറ്റിലാണെങ്കിലും അത് രണ്ടും ഹൈപ്പോഡെമിക്ലി ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ചിലപ്പോ ഇങ്ങനെ നമ്മൾ ഓരോന്നത്തിന്റെ തന്നെ രണ്ട് രീതിയിൽ തന്നില്ലേ, അപ്പൊ അത് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ഹൈപ്പോഡെമിക്കിന്റെ നമുക്ക് ഏതാണ് അബ്രിവേറ്റഡ് ഫോം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനില് ക്യാപിറ്റൽ H തരും, ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ H തരും, സ്മോൾ ലെറ്റർ H തരും. ബോത്ത് ആ രണ്ടെണ്ണം ഏതാന്ന് വെച്ചാൽ അങ്ങനെയും തരാം. അപ്പൊ അത് അങ്ങനെയുള്ളതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. ഹൈപ്പോഡെമിക് രണ്ടെണ്ണം വന്നതും ഒന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചു. ഇനി അഥവാ ഇനി അങ്ങനെ ചോദിക്കാൻ ചിലപ്പോ കേട്ടോ, നമുക്ക് കൺഫ്യൂസ്ഡ് ആവാൻ വേണ്ടിയാണ്, നമ്മുടെ ഒരു മാർക്ക് അവിടെ പോകാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ വന്നത് റിപ്പീറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വന്നത് ഒന്നും ഇതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെച്ചോ. ഈ പേജിൽ നിങ്ങൾ 100, 101, 109, 110, 115, 117 അത്രയും പഠിച്ചു വെച്ചാൽ മതി. FHR ഫീറ്റൽ ഹാർട്ട് റേറ്റ്,
എഫ് എച്ച് ടി എന്ന് പറഞ്ഞാൽ ഫീറ്റൽ ഹാർട്ട് ടോൺസ്. ദെൻ ജി ബി എന്ന് പറഞ്ഞാൽ ഗാൾ ബ്ലാഡർ പിത്താശയം. ദെൻ 110 ജീൻ ഐ ആണ് കേട്ടോ. ജീൻ ഐ എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. അടുത്തത് ജി ടി ടി ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ദെൻ ജി വൈ എൻ ഗൈനക്കോളജി. ഇത്രയും ആ ഒരു പേജിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വരിക. ഓക്കെ, ഇത്രയും ബൈ ഹാർട്ട് തന്നെ പഠിക്കാം. ഇപ്പൊ ഈ ഒരുവിധം ക്ലാസ്സിൽ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ എല്ലാവരും എന്താ പറയാ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ബോറടിക്കണ്ടോ നിങ്ങക്ക്? അല്ലെ, വേറെ ഒന്നും പറയാനുള്ള, നമ്മൾ വെറുതെ വായിച്ചു പോകാനുള്ളതുകൊണ്ട് ചിലർക്കൊക്കെ ബോറടിക്കണ്ടാവും പറഞ്ഞില്ലെങ്കിലും. എനിക്ക് തന്നെ ബോറടിക്കണ്ട. എനിക്ക് കണ്ണ് തന്നെ ശരിക്കും നോക്കിയിട്ട് കണ്ണ് വേദന എടുക്കണം. ഇങ്ങനെ സ്ക്രീനിലേക്ക് ഇങ്ങനെ ഫുള്ള് ടേബിൾ മാത്രമേ ഉള്ളൂ. വേറെ മറ്റേത് നമ്മൾ വായിച്ചിട്ടൊക്കെ പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അത്ര ബോറടി വരുന്നില്ല അല്ലെ, ഇത് വെറുതെ. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു സെക്ഷനിൽ നിന്ന് അത് മാത്രമേ ചോദിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ഒന്നും പറയാത്തത്. പിന്നെ ഡീറ്റെയിൽ പറഞ്ഞാൽ നമുക്ക് വെറുതെ ഒന്നുകൂടെ പറയാലോ. 97 മുതലുള്ളതല്ലേ അല്ലെ? 97 മുതലുള്ളത്. 100 നോട്ട് ചെയ്തത് ശരിയാണോ എന്ന് നോക്കിയോ കേട്ടോ. 100, 101, 109, 110, 115, 117. ഓക്കെ, അത്രയും പഠിച്ചാൽ മതി. അതിൽ നിന്ന് 6 എണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നമുക്ക് എത്രയാണ്? 121. കുറെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെയാണ്. 121 എച്ച് ആൻഡ് എച്ച്. ഇതാണ് ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ്. ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ്. ഓക്കെ, അതായത് നമ്മള് ബ്ലഡിലുള്ള റെഡ് ബ്ലഡ് സെൽസ് അതിന്റെയൊക്കെ ഒരു ശതമാനം കണക്കാക്കുന്നതാണ് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിനും ഹെമറ്റോക്രിറ്റ്. എച്ച് ആൻഡ് എച്ച്. എച്ച് ആൻഡ് പി ആണെങ്കിൽ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. എച്ച് ആൻഡ് പി ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. H/A ഹെഡേക്ക്, തലവേദന, ഹെഡേക്ക്. ഫുള്ള് ഹെഡേക്ക് എന്ന് അവിടെ എഴുതണ്ട, അതിന് പകരം H/A എന്ന് എഴുതിയാൽ മതി. ഹെഡേക്ക് എന്ന് വായിക്കാം. Then HB ഹീമോഗ്ലോബിൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. HG എന്നും ഓപ്ഷനിൽ അവിടെ തരും. ഇത് വളരെ ശ്രദ്ധിച്ച് ഒരു വട്ടം ഇട്ട് വേണമെങ്കിൽ വെച്ചോ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പ്രാവശ്യത്തെ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നതായിരിക്കും കൂടുതൽ, അവർക്ക് മാർക്ക് കളയില്ലേ നമ്മുടെ. അതുകൊണ്ട് അവിടെ HB എന്നാണ് ഹീമോഗ്ലോബിൻ. എല്ലാവരും പഠിച്ചു വെച്ച് കുറെ പേർക്കൊക്കെ അറിയാം, എങ്കിലും ഹീമോഗ്ലോബിന്റെ HB ആണ്. അത് നോട്ട് ചെയ്തിട്ടാ കേട്ടോ. 124. അടുത്തത് HCT ഹെമറ്റോക്രിറ്റ്. അടുത്തത് HG. കണ്ടോ, HG എന്ന് പറഞ്ഞാൽ മെർക്കുറി ആണ്. പഠിച്ചിട്ടില്ലേ? കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. HG മെർക്കുറി. അത് നോട്ട് ചെയ്തിട്ടേ. 121. ആ HBയും HGയും മാറിപ്പോയത്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ HB ആണ്. ഹീമോഗ്ലോബിന്റെ അബ്രിവേറ്റഡ് ഫോം HB. എന്നാല് നെക്സ്റ്റ് HG എന്ന് പറയുന്നത് മെർക്കുറിയുടെ അബ്രിവേറ്റഡ് ഫോം ആണ് HG. ഹീമോഗ്ലോബിൻ എന്നുള്ളത് കണ്ടിട്ട് ആരും HG എന്ന് എഴുതരുത്. ഹീമോഗ്ലോബിന്റെ അബ്രിവേറ്റഡ് ഫോം HB ആണ്. മെർക്കുറിയുടെ HG ആണ്. HG. H ക്യാപിറ്റൽ ലെറ്ററും G എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ. മെർക്കുറി HG. ഓക്കെ, 2 എണ്ണം നോട്ട് ചെയ്തോ. 124ഉം 126ഉം. ക്ലിയർ അല്ലേ? പഠിച്ചില്ലേ? രണ്ടും കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. മെർക്കുറി HG ആണ് മെർക്കുറി. ഇനി അടുത്ത് നോക്കിയേ 127 HGB.
HGB എന്ന് പറഞ്ഞാലും ഹീമോഗ്ലോബിൻ പറയാം കേട്ടോ. HB എന്ന് പറഞ്ഞാലും HGB എന്ന് പറഞ്ഞാലും ഹീമോഗ്ലോബിൻ തന്നെയാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. അങ്ങനെ ഒരുപോലെ വന്നത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. HGB ചിലപ്പോ ബോത്ത് A and B എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ രണ്ടും ശരിയാണ്. ഹീമോഗ്ലോബിന്റെ അബ്രിവേറ്റഡ് ഫോം HB എന്ന് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിലും HGB എന്ന് നമ്മുടെ ഓപ്ഷനിൽ ആൻസർ ഉണ്ടെങ്കിലും അത് രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ. HGB. ഇനി അടുത്തത് 128 ആണ്. HH ഹൈറ്റൽ ഹെർണിയ. ഹൈറ്റൽ ഹെർണിയ നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ ഒരു ഭാഗം സ്റ്റൊമക്കിന്റെ ഒരു ഭാഗം ബൾജ് ചെയ്ത് ചെസ്റ്റിന്റെ അങ്ങോട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന ഒരു ഇതാണ് ഹിയറ്റൽ ഹെർണിയ. പ്രൊനൗൺസിയേഷൻ നോക്കുക കേട്ടോ. ചിലത് ഹേറ്റൽ എന്നും ഹിയറ്റൽ എന്നും ഒക്കെ വായിക്കുന്നുണ്ട്. HIATAL ഹേറ്റൽ ഹെർണിയ. അടുത്തത് നെക്സ്റ്റ് നോക്കിയേ, HIV. HIV അറിയാലോ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് 121 നോട്ട് ചെയ്തിടുക. HIV പഠിച്ചത് തന്നെയാണ്. H2O വാട്ടർ, വാട്ടറിന്റെ ആണ് H2O. H2O വാട്ടർ 130 നോട്ട് ചെയ്തിടുക. അടുത്ത 131 നോട്ട് ചെയ്യുക. H2O2 ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് H2O2. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O2 hydrogen peroxide. H2O water. Then next HPI history of present illness. History of present illness നമ്മുടെ നിലവിലുള്ള ആ രോഗത്തിന്റെ ഹിസ്റ്ററി. ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് ആണ് HPI എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് present illness HPI. History of present illness HPI. അടുത്ത അവർ കാണിക്കുന്നതാണ് HR ആണ്. അവർ HR. HS എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ബെഡ് ടൈം. അറ്റ് ബെഡ് ടൈം ഉറങ്ങുന്ന സമയം. അറ്റ് ബെഡ് ടൈം HS. അടുത്തത് ഹൈപ്പർ ടെൻഷൻ. അബ്രിവേറ്റഡ് ഫോം നോക്കിയേ, ഹൈപ്പർ ടെൻഷൻ HTL. രക്താതിമർദ്ദം. ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ HTL. അടുത്തത് ഹിസ്റ്ററി. HX ആണ് ഹിസ്റ്ററിക്ക് പറയുന്നത്. ഹിസ്റ്ററിയിലെ അബ്രിവേറ്റഡ് ഫോം ഷോർട്ട് ഫോം HX. അടുത്ത ഹെർട്സ്. HZ ഫ്രീക്വൻസി അളക്കുന്ന യൂണിറ്റ് ഹെർട്സ്. HZ. Then I and O intake and outtake. Intake and outtake ഉള്ളിലേക്ക് എടുക്കുന്ന പുറത്തേക്ക് എടുക്കുന്ന. Intake and outtake I and O. Then IC. IC എന്ന് പറഞ്ഞാൽ 2-3 IC എന്ന് പറയാം. Intracardiac. Intracardiac. Inspiratory capacity. Then irritable colon. ഇത് മൂന്നും IC-നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ മൂന്നിന്റെയും അബ്രിവേറ്റഡ് ഫോം ആണ് IC എന്ന് പറയുന്നത്. Intracardiac. Intracardiac. Inspiratory capacity. Irritable colon. Then 140 ICP. Intracranial pressure. Intracranial pressure. Then ICU. Intensive care unit. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 141 നോട്ട് ചെയ്ത് വെച്ചോ. ICU intensive care unit. Then IDDL. ഇതാണ് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിക്സ് മെലിറ്റസ്. നോട്ട് ചെയ്തോ കേട്ടോ. 142 ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് mellitus.
Then 143 IM ആണ് intramuscular. 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 Okay. Intramuscular. അപ്പൊ അതിനകത്ത് 121 മുതൽ 143 വരെയുള്ളതില് നമുക്ക് 124 പഠിക്കണം. HB ആണ് ഹീമോഗ്ലോബിൻ. 126 പഠിക്കണം. ഏതാണ്? HG. ഏതാണ്? മെർക്കുറി. Then 129 പഠിക്കണം. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. പിന്നെ അടുത്ത വാട്ടറിന്റെ അബ്രിവേറ്റഡ് ഫോം H2O, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ H2O2. പിന്നെ പഠിക്കേണ്ടത് ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ് 141 പഠിക്കണം. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU 141 അത് പഠിക്കണം. പിന്നെ അടുത്തത് IDDM, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെഡിറ്റസ്, IDDM. പിന്നെ അടുത്ത IM, അതുകൂടി നോട്ട് ചെയ്യുക കേട്ടോ. 143 കൂടി നോട്ട് ചെയ്യാം. ഏതാണ്? ഇൻട്രാമസ്കുലാർ. ഓക്കെ, നമ്പർ മാത്രം പറയാം. 124, 126, 129, 130, 131, 141, 127 ആ മോളെ. അതും അതിന്റെ കൂടെ നോക്കിക്കോ. അത് രണ്ടും ഹീമോഗ്ലോബിൻ തന്നെയല്ലേ? അതും അതിന്റെ ഒപ്പം നോക്കി വെച്ചോ കേട്ടോ. IDDM 142, 143. ഓക്കെ, 143. ഓക്കെ, അപ്പൊ അത്രയും ഏതാണ് നിങ്ങൾ പഠിക്കണം. ഓരോ പേജും നമ്മൾ നോട്ട് ചെയ്യണത് അത്രയും മാത്രം നിങ്ങൾ അവിടെ നോക്കി വെച്ചാൽ മതി. ഓക്കെ, 9 അല്ലേ? 9 എണ്ണം നോക്കട്ടെ കേട്ടോ. 6, 9 എണ്ണം. അതായത് ഹീമോഗ്ലോബിന് 2 എണ്ണം കൂടി ചേർത്തിട്ട് കേട്ടോ. HBയും HGBയും അത് 2 എണ്ണം കൂടി ചേർത്തിട്ട് 9 എണ്ണം. 8 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം. ഓക്കെ, ഓക്കെ, അത്രയും മതി. ബാക്കിയിട്ട് നമുക്ക് തന്നെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, വെറുതെ ബോറടിക്കണ്ടല്ലേ? വെറുതെ ഇങ്ങനെ പറഞ്ഞ് വായിച്ചു പോയിട്ട് നിങ്ങൾ എന്താ പറയാ, നമ്മൾ ഈ നോട്ട് ചെയ്ത് അത്രയും നിങ്ങൾ പഠിക്കാം കേട്ടോ. നോട്ട് ചെയ്തിട്ടത് ബൈ ഹാർട്ട് തന്നെ പഠിക്കും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.